അൽഹംദുലില്ലാ. നമ്മുടെ പെരുന്നാള് കഴിഞ്ഞതിന്റെ ശേഷമുള്ള ഫസ്റ്റ് ക്ലാസ് ആണല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ ഒരു റമളാനും കൂടി നമ്മളിൽ നിന്ന് യാത്രയായപ്പോ ആ റമളാനിനെ ഒന്ന് യാത്ര അയച്ചപ്പോ എത്രമാത്രം സങ്കടമുണ്ടല്ലേ? ഇത്രയും ദിവസം കൂടെ നിന്ന് നമ്മള് എല്ലാ വിധത്തിലും നമ്മൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന് കൂടെ നിന്ന് ഒരു മാസം നമ്മളെ പ്യൂറാക്കാൻ വേണ്ടി, നമ്മളെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി, നമ്മളെ ഒന്ന് കൂടെ നിന്ന് സഹായിക്കാൻ വേണ്ടി, നമുക്കൊരുപാട് ഓഫറുകൾ നൽകിക്കൊണ്ട്, നമുക്കൊരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്, നമ്മുടെ വളർച്ചയെ ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു മാസം നമ്മളുടെ കൂടെ വന്ന് നമ്മളിലേക്ക് ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടതെല്ലാം നേടിത്തന്നുകൊണ്ട് വീണ്ടും തിരിച്ചു പോയിരിക്കുന്നു അല്ലെ? ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും വരും അല്ലെ? സമയത്ത് ഒരുപാട് പുതിയ ആളുകൾ ഉണ്ടാവാം, ഒരുപാട് പഴയ ആളുകൾ വിട പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ ആ വിട പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് ആരോഗ്യവും നൽകട്ടെ. എന്നാൽ ഓരോ പ്രാവശ്യവും ആ വിശിഷ്ടാതിഥി വരുന്ന സമയത്ത് ആ വിശിഷ്ടാതിഥിയെ സ്വീകരിക്കുന്ന വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയ തലങ്ങളിലൂടെ നാം അതിനെ ഒരുക്കി വൃത്തിയാക്കി ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുന്നത് പോലെ നമ്മൾ ആ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു മുന്നൊരുക്കങ്ങൾ, അതോടൊപ്പം നമ്മുടെ ആത്മാവിനെ സംസ്കരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് ഈ റമദാൻ എന്ന് പറയുന്ന ആ ഒരു മാസം വന്നുകൊണ്ട് തരുന്ന ഓരോ ഗിഫ്റ്റുകളെയും, ഓരോ ഓഫറുകളെയും, ഓരോ ഓരോ ബെനിഫിറ്റ്സിനെയും സ്വീകരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളറയെ, നമ്മുടെ ഹൃദയത്തെ അല്പം വിശാലമാക്കിക്കൊണ്ട് നമ്മൾക്ക് അതിനെയും സ്വീകരിച്ചു വെക്കാൻ വേണ്ടി മാക്സിമം സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സ്വീകാര്യമുള്ളതാവട്ടെ. അത് സ്വീകരിക്കട്ടെ. എടുത്തു വെച്ച സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇനി ഉപകാരപ്പെടുന്ന രീതിയിൽ ഉണ്ടാവട്ടെ. അതെല്ലാം നമ്മളിപ്പോൾ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ? എവിടെയാണ്? സ്റ്റോർ റൂമിൽ വെക്കും. അതല്ലെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ നമുക്കറിയാം പത്തായം, പത്തായം കേട്ടിട്ടില്ലേ? ഈ പത്തായത്തില് നെൽകൃഷിയൊക്കെ കഴിഞ്ഞ സമയത്ത് എന്തായിരിക്കും? അടുത്ത ഒരു വർഷത്തേക്കുള്ള നെല്ലുകൾ ശേഖരിച്ചു വെക്കും അല്ലേ? അടുത്ത ഒരു വർഷത്തേക്കുള്ള നെല്ലുകള് ഈ പത്തായത്തിൽ അങ്ങോട്ട് ശേഖരിച്ചു വെച്ചിട്ട് ആവശ്യം വരുന്ന സമയത്ത് അതിൽ നിന്ന് ആ നെല്ല് പുഴുങ്ങി എടുത്ത് കുത്തി അരിയാക്കി ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി മക്കൾക്കും കൂടെയുള്ളവർക്കൊക്കെ വിളമ്പി വിതരണം ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ നമുക്കിപ്പോൾ അതൊന്നും ആവശ്യമില്ല. നമുക്കൊന്ന് ഷോപ്പിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വരാം അല്ലെ? എന്നാൽ ഈ പത്തായത്തിൽ അരി സൂക്ഷിച്ചു വെച്ച് പിന്നീട് ആ പത്തായം തുറന്നു നോക്കുന്ന സമയത്ത് പത്തായത്തിലെ മുഴുവൻ അരിയും കവർന്നു പോയിരിക്കുന്ന ആ പത്തായത്തിൽ നമ്മൾ കാണാതെ ഒരു എലി കടന്നിട്ടുണ്ടായിരുന്നു. അരിയാണെന്ന് വിചാരിച്ച് നാം വാരുന്ന സമയത്ത് എല്ലാ അരികളെയും തിന്ന് അതിന്റെ മറ്റേ ആ അരിന്റെ പുറത്തുള്ള സാധനമുണ്ടല്ലോ, ഉമി, അങ്ങനെ ആ ഒരു ഉമിപ്പൊടി മാത്രം അവിടെ ബാക്കിയായിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. വിശന്ന് വലഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കും അല്ലെ? അപ്പൊ ആ ഒരവസ്ഥയില് നമ്മളും വിശന്ന് അവസ്ഥയിലാവുന്ന സമയത്ത് നമ്മൾ എന്ത് ഭക്ഷിക്കും? നമ്മൾക്ക് കഴിക്കാനില്ല, നമ്മൾക്ക് കൊടുക്കാനില്ല. നമ്മൾ ശേഖരിച്ചു വെച്ച നമ്മുടെ ആ ഒരു പത്തായം എന്ന് പറയുന്നത് അവിടെ എലി കയറി ഇരുന്നുകൊണ്ട് അത് മുഴുവനും കവർന്ന് തിന്നുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ എലി അവിടെ കയറി ഇരുന്നത് നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെ? അങ്ങനെ ആ ഒരു എലി അവിടെ കയറി ഇരുന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് തന്നെ മുഴുവൻ അരികളും അവിടെ നിന്ന് ഭക്ഷിച്ച് തീർത്തതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഏതേലും കോണിൽ ഏതെങ്കിലും ഒരു എലി കയറി ഇരുന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും കോണിൽ ഒരു എലി കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നാം കഴിഞ്ഞ ഈ ഒരു മാസത്തിൽ നമ്മൾ രാത്രി ഉറക്കൊഴിഞ്ഞ, പകല് പട്ടിണി കിടന്ന,
വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സമ്പത്തുണ്ടല്ലോ, നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന, നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, നമ്മുടെ ഹൃദയമാവുന്ന പത്തായത്തിൽ നമ്മൾ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ അമലുകളെല്ലാം നമ്മൾക്ക് ആ ഒരു പത്തായം തുറന്നു നോക്കുമ്പോഴുള്ള അവസ്ഥയായിരിക്കുമോ? അവിടെ നമ്മുടെ ഹൃദയമാവുന്ന പത്തായത്തിന്റെ അകത്ത് അസൂയ, കുശുമ്പ്, ശത്രുത, അങ്ങനെയുള്ള ഏതേലും തരത്തിലുള്ള എലികൾ കയറി കൂടിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള എലികൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇപ്പോൾ തന്നെ എടുത്ത് പുറത്തിട്ടിട്ടില്ല എങ്കിൽ മെല്ലെ മെല്ലെ എന്തായിരിക്കും, നമ്മൾ ശേഖരിച്ചു വെച്ച മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും ആ എലി തിന്ന് തീർത്തതുപോലെ നമ്മൾ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക്, അള്ളാഹുവിന്റെ ആ കോടതിയിലേക്ക് നാളെ പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന, നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുഴുവൻ ഇബാദത്തും കവർന്നു പോയിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനിയുള്ള ഓരോ ദിവസങ്ങളും, ഇനിയുള്ള ഓരോ മാസങ്ങളും നമ്മൾക്ക് അവയറോട് കൂടിയിട്ട്, ശ്രദ്ധയോട് കൂടിയിട്ട് കൊണ്ടുപോവാൻ വേണ്ടി പറ്റണം. ആ അവയറോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഇനി വഴിയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ജസ്റ്റ് ഒന്ന് ആ ഒരു പത്തായം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു എലി ചാടി വീഴാതെയും നോക്കണം. നിലവിൽ അതിന്റെ അകത്ത് എലി എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതോടുകൂടി പുറത്തു നിന്ന് എവിടെ നിന്നെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്തേക്ക് ആ എലി ഒന്ന് ചാടി പോവാതെയും നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ഇനി അറിയാമല്ലോ, പ്രത്യേകിച്ചും നാട്ടില് ഈ ഒരു ശൊവ്വാൽ എന്ന് പറയുന്നത് കല്യാണങ്ങളുടെ ആഘോഷങ്ങളുടെ മാസമായിരിക്കും അല്ലെ. അങ്ങനെ കല്യാണങ്ങളും ആഘോഷങ്ങളും നടക്കുന്ന സമയത്ത് ഈ ഒരു മാസം നമ്മൾ നോറ്റ നോമ്പ്, ഒരു മാസം നമ്മൾ കിടന്ന പട്ടിണി, ഒരു മാസം നമ്മൾ രാത്രി ഒഴിഞ്ഞ ഉറക്ക്, ഇതെല്ലാം നമ്മൾ മറന്നുകൊണ്ട് ആ കല്യാണത്തിന് പോകുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലാണോ പോകുന്നത്, ആ കല്യാണ പന്തലിൽ നമ്മൾ ഏത് രീതിയിലാണോ ചെലവഴിക്കുന്നത്, ആ കല്യാണ പന്തലിൽ നമ്മുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഏതാണ്, അവിടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ നിസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ബാക്കി സൽക്കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്, നമ്മുടെ സംസാരത്തിന്റെ ക്വാളിറ്റി എന്താണ്, നമ്മൾ ഇടപഴകുന്ന രീതി എന്താണ്, നമ്മൾ ഈ സംസാരങ്ങൾക്കിടയിൽ മറ്റുള്ളവർ ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ, ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഒന്ന് വീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇനിയുള്ള ഓരോ ദിവസങ്ങളും നമ്മൾക്കൊന്ന് അവയറോട് കൂടി, നമുക്കൊന്ന് ബോധത്തോടു കൂടി നമ്മുടെ പത്തായത്തിൽ പുറത്തു നിന്ന് ഒന്നും ചാടി കേറാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തോടു കൂടി നമുക്കെല്ലാവർക്കും നിൽക്കാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് മുമ്പോട്ടേക്ക് ശ്രദ്ധിക്കേണ്ടി വരും അല്ലെ? നമ്മൾ ഇടപഴകുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മൾ യാത്ര ചെയ്യുന്ന, അങ്ങനെ ഏതൊക്കെ മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ, ഈ ഓരോ മേഖലയിൽ കൂടിയും നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ പോകുന്ന സമയത്ത് അത് ഏത് രീതിയിലാണോ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുള്ളത്, ഏത് രീതിയിലാണോ ഇതിന്റെ ബെനിഫിറ്റ് എന്നിലേക്ക് വന്നു പെടുന്നുള്ളത് എന്ന് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നോക്കി അന്വേഷിച്ച് കണ്ടെത്തി അതിൽ നിന്നും ഏറ്റവും നല്ലതിനെ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മൾ ഒരിക്കലും എന്തെല്ലാം അമ്പിയാക്കളോ ഔലിയാക്കളോ അല്ല അല്ലെ. അതുകൊണ്ട് തന്നെ തെറ്റുകൾ നിരന്തരം വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന, തെറ്റുകൾ നിരന്തരം വന്ന് പെടാൻ സാധ്യതയുള്ള, നമ്മളുടെ അകത്തേക്ക് തെറ്റുകൾ വന്നു പോവാൻ സാധ്യതയുള്ള ആ ഒരു ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നിരന്തരം നമ്മിലേക്ക് ഈ പറയുന്ന ഈ ഒരു എലി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ എലിയെ പിടിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എലിമഞ്ചം അവിടെ വെക്കുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഇത്തരം എലികളെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നാം എന്നും മുറുകെ പിടിച്ചിരിക്കേണ്ട രണ്ടേ രണ്ട് സാധനങ്ങളാണ് ഫോർഗിവ് ഓർ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഫോർഗിവ് ഓർ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ മുറുകെ പിടിക്കുന്നുവോ, തീർച്ചയായിട്ടും അവിടെ ഇത്തരം എലികൾക്ക് താമസിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും നിരന്തരം നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ, നമ്മുടെ ഫോർഗീവിനെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുവരാൻ എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്കുള്ള ഏക പോംവഴി എന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതുവരെ എഴുതിയ പോലെ അല്ല ഇങ്ങനത്തെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നുള്ളത്. അതിന് നമ്മൾ അല്പം ഒന്ന് അപ്ഡേഷൻ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എൻ്റെ വോയിസ് ലൈവിൽ കേൾക്കുന്നവരും റെക്കോർഡ് കേൾക്കുന്നവരും ഇൻഷാ അല്ലാഹ് നാളെ മുതൽ മാക്സിമം ലൈവിൽ
തന്നെ വരാൻ വേണ്ടി നോക്കുക. ഞാനിവിടെ സുബഹി ബാങ്ക് കൊടുക്കുന്നതിനേക്കാൾ മുമ്പാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തിരക്കാവും എന്നുള്ള കാരണം കൊണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹകരിക്കുക. എൻ്റെ വോയിസ് കേൾക്കുന്ന, റെക്കോർഡ് കേൾക്കുന്ന എല്ലാവരും സഹകരിക്കുക. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടും അതോടൊപ്പം എനിക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഇവിടെ ഈ ഒരു സമയത്തും ഇരുന്ന് നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ പുതിയ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തുടരുക. ഇൻഷാ അല്ലാഹ് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതനുസരിച്ചായിരിക്കും നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളിലെ നീ വരുന്ന തെറാപ്പി, രാവിലെ വരുന്ന ആ ഒരു മെഡിറ്റേഷൻ എന്നുള്ള പേര് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കുഞ്ഞ് പ്രോസസ് ഇനി ആ രീതിയിലേക്കായിരിക്കും മാറിക്കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് അതിലേക്കൊരു കുഞ്ഞ് അപ്ഡേഷൻ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ശൗബാലിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ്, ഏത് സമയത്തും ആയിക്കോട്ടെ, ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ സംഭവം കഴിഞ്ഞിരിക്കണം. ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുസ്തകത്തിൽ നിങ്ങൾ ഇതുവരെ എഴുതിയതിന്റെ തുടർന്ന് തന്നെ നമ്പർ ഇട്ടിട്ട് എഴുതിക്കോളൂ. അതിനുവേണ്ടി പുതിയ പുസ്തകം ഒന്നും ആക്കണമെന്നില്ല. ഇനി പുസ്തകം തീരാനായിട്ടുള്ളവരാണെങ്കിൽ പുതിയ പുസ്തകം വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് അതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ആണെന്നത് എഴുതേണ്ടത്? ഓരോ ദിവസവും 33 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. ഈ ഒരു 21 ദിവസം നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ പോകാം ഇൻഷാ അല്ലാഹ്. ആ ഒരു 33 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതിയിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ എഴുതിയ പുസ്തകവുമായിട്ടായിരിക്കണം വരേണ്ടത്. നിങ്ങൾ വെറും സംഭവങ്ങൾ എഴുതാൻ മാത്രമേ രാത്രി ചെയ്യേണ്ടതുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഉണ്ടായ നന്മകളിൽ നിന്ന് വെച്ചിട്ട് ഒരു 33 എഴുതാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല. വെറും 33 സെക്കൻഡുകൾ മതി. ഒരു ദിവസം ഒറ്റ അവയവത്തെ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എല്ലാവരും ഒന്നാവണമെന്നില്ല എഴുതുന്നത്, ഡിഫറെന്റ് ആയിക്കോട്ടെ. പക്ഷെ 33 ഉണ്ടായിരിക്കണം ഓരോരുത്തരുടെയും പുസ്തകത്തിൽ. ഇൻഷാ അല്ലാഹ് ആ 33 എഴുതിയ പുസ്തകമായിട്ട് നിങ്ങൾ രാവിലെ നമ്മുടെ ഈ ഒരു സെഷനിൽ ഇരിക്കുന്ന സമയത്ത് ആ പുസ്തകമായിട്ട് നിങ്ങൾ ഇരിക്കുക. ആ പുസ്തകം വെച്ചിട്ടായിരിക്കും ഇനിയത്തെ നിങ്ങളുടെ തെറാപ്പി ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയോ ഏത് സങ്കടമോ എന്തോ ആയിക്കോട്ടെ, അതിനുള്ള ചെറിയൊരു ട്രീറ്റ്മെന്റ് കൂടിയായിരിക്കും ഇത്. അത് ശാരീരികമുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, മാനസികമായ ബുദ്ധിമുട്ടായിക്കോട്ടെ, ഏത് ബുദ്ധിമുട്ടാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഇതൊരു ചികിത്സയാണ്, ഇതൊരു ട്രീറ്റ്മെന്റ് ആണ്. ഈ ട്രീറ്റ്മെന്റ് നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിപ്പിക്കാനും അത് നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് ഉപയോഗിക്കാനും വേണ്ടി പറ്റട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് ആയിട്ട് ഈ 33 പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക. 1 by 1 ആയിട്ട് താഴെ 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 എഴുതി വെക്കുക. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്ത് ആ പുസ്തകം നിങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് വരിക. ഇതാണ് നമുക്ക് ഈ പുതിയ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ജേണിയിലേക്ക്, പുതിയ ഒരു പ്രോസസ്സിന്റെ ഒരു ജേണിയിലേക്ക്, പുതിയ ഒരു യാത്രയുടെ ഒരു ജേണിയിലേക്ക് നിങ്ങൾ ഈ ഒരു മാസം സൂക്ഷിച്ചു വെച്ച, ശേഖരിച്ചു വെച്ച നിങ്ങളുടെ ധാന്യങ്ങളെ, നിങ്ങളുടെ അമലുകളെ കവർന്നു തിന്നാതിരിക്കാൻ വേണ്ടി, കാർന്നു തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടും ഇനിയും അതിലേക്ക് കൂടുതൽ കൂടുതൽ ശേഖരിച്ചു വെക്കാനും വേണ്ടിയിട്ടും കൂടി ഇത് നിങ്ങളെ സഹായിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും, എൻ്റെ വോയിസ് കേൾക്കുന്ന എല്ലാവരും ഇത് ചെയ്യണം എന്ന് ഒന്നും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി പറഞ്ഞതിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിൽ അറിയിക്കാം. ഇന്നത്തെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിരിക്കും നാളത്തേക്ക് വരാനുള്ള ആളുകൾക്കുള്ള ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ബെനിഫിറ്റ് തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയാതിരിക്കരുത്. കാരണം ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നുള്ളത് അത്രമാത്രം വാല്യൂ ഉള്ളൊരു സാധനമാണ്. അത് അതിന്റെ മൂല്യം നിങ്ങൾ മറന്നു പോകരുത്. ആ ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഫീഡ്ബാക്ക് കേട്ടുകൊണ്ട് വേറെ ഏതേലും ഒരാൾക്കൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അവർക്കുണ്ടായ മാറ്റത്തിന്റെയും കൂടി ബെനിഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആ വ്യക്തി ഒന്ന് എഴുന്നേറ്റിരുന്ന് ഒരു താജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിലോ, അതല്ലെങ്കിൽ ആ വ്യക്തി ഒന്ന് എഴുന്നേറ്റിരുന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഏതെങ്കിലും പോസിറ്റീവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വർക്ക് ആ വ്യക്തി ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ കിടന്നുറങ്ങുകയാണെങ്കിൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അറിയാതെ സേവിങ്സ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന
ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരിക്കലും അത് എന്നെ പ്രലോഭിപ്പിക്കാനോ എനിക്ക് വേണ്ടിയോ ഉള്ളതല്ല. നിങ്ങൾ പറയുന്ന ഫീഡ്ബാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് റെക്കോർഡ് ക്ലാസ് കേട്ടവർ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടും ലൈവിലിരുന്നവർ ലൈവ് കഴിഞ്ഞിട്ടും ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കിട്ടിയ ടേക്ക് അവേസും നിങ്ങൾ അവിടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.